ചേട്ടാ ഇതിന്റെ ഉപയോഗം എന്താണെന്ന് ഉപയോഗം എന്താണെന്ന് ഇപ്പം കണ്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് LD ക്ലർക്കിന് 2024 ചോദിച്ച ആ 14 ജില്ലയിൽ ക്വസ്റ്റ്യൻ പേപ്പറും ഉണ്ട്. പിന്നെ അതുവരെയുള്ള എല്ലാ പരീക്ഷയും ഏതൊക്കെ ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് പറയാം. ഈ 30 എണ്ണത്തിലുള്ള പരീക്ഷകളുടെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം. LD ക്ലർക്ക് എല്ലാം, ഖാദി ബോർഡ് LD, ഓഫീസർ അറ്റൻഡർ ഗ്രേഡ്, LGSന്റെ എല്ലാ പരീക്ഷകളും 2024 പിന്നെ ലബോറട്ടറി അറ്റൻഡർ, സീമാൻ, ഫീൽഡ് വർക്കർ, ഫാം വർക്കർ, ആംബുലൻസ് അസിസ്റ്റന്റ്, തീർന്നില്ല. ഓഫീസ് അറ്റൻഡർ ഗ്രേഡ് 2, കൂലി വർക്കർ, ഇതൊക്കെ ഈ വർഷം നടന്നതാണ്, 24 നടന്നതാണ്. അസിസ്റ്റന്റ് കമ്പൈലർ, കാവടി, സെക്യൂരിറ്റി ഗാർഡ്, ആയ. ഇതൊക്കെ പറയുമ്പോൾ തമാശ തോന്നും, പക്ഷേ ഇതിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് കട്ട ലെവലാണ്, നോക്കി അറിയാം. പിന്നെ ഫീമെയിൽ വാർഡൻ, ജൂനിയർ ലബോറട്ടറി അസിസ്റ്റന്റ്, കെയർ ടേക്കർ, ഇതിൽ ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻ ഇതിൽ ഉൾപ്പെടുത്തൂല കേട്ടോ. അതായത് സ്പെഷ്യൽ ടോപ്പിക് ഒന്നും വരില്ല. സ്പെഷ്യൽ ടോപ്പിക് നമുക്ക് ജനറൽ BSc ആവശ്യമില്ലാത്ത ക്വസ്റ്റ്യൻസ് വരില്ല. ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഓഫീസർ അറ്റൻഡർ, പിന്നെ ഖാദി ബോർഡ് LDC, പ്രിലിംസ് 5 സ്റ്റേജ്, പിന്നെ ആയ, പ്യൂൺ, വാച്ച്മാൻ, സെക്യൂരിറ്റി ഗാർഡ് 2023, പിന്നെ 23 ഓഫീസർ ഗ്രേഡ് 2, ലാബ് അസിസ്റ്റന്റ്, LD ക്ലർക്ക്, കൂലി, ക്ലേ വർക്കർ, അതിന്റെ വരെ ക്വസ്റ്റ്യൻ ഉണ്ട്. കിട്ടിക്കാച്ചി ക്വസ്റ്റ്യൻസ് ആണ് ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഉപയോഗമാണ്. ഇപ്പോൾ നോക്കോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കോ. ഇതൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഏത് പരീക്ഷ രീതിയിലും വരാൻ പോണത്. മലയാളം തന്നെ തുടങ്ങാം. ശരിയായ പദം എഴുതണം. ഇതിൽ ഏതാണ് വരുന്നത്? ഉദ്ഘാടനം. ഓപ്ഷൻസ് നോക്കോ. ഉദ്ഘാടനം ശരിയാണ്. അടുത്ത ഉദ്ഘാടനം, അടുത്ത ഉദ്ഘാടനം. ഈ കായ നഖത്തിന്റെ കായാണ് ഇവിടെ കൊടുത്തത്. അടുത്ത ഉദ്ഘാടനം. ഉത്തരം അറിഞ്ഞുണ്ടെങ്കിൽ ഓക്കെ, അറിയാവുന്നത് ഇതായിരിക്കും, നിങ്ങൾ എല്ലാവരും സെലക്ട് ചെയ്യണം അല്ലേ. നമുക്ക് നോക്കാം. നേരെ 91ാമത്തെ ക്വസ്റ്റ്യനിൽ പോകുന്നു. എൻ്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നു. എത്തി. ഇതാ അടക്കണം. D ഓപ്ഷൻ ഉദ്ഘാടനം ശരിയാക്കി. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഇത്രയും ഒരു പേജ് എക്സ്പ്ലനേഷൻ ഉണ്ട്. പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ഇതിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ 92. ഭാഗികത്തിന്റെ വിപരീത പദം എന്താണ്? ഭാഗികം, അതിന്റെ വിപരീത പദം എന്താണ്? എല്ലാന്നും എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ നോക്കി തന്നെ പറയണം. ഭാഗികം ഓപ്ഷൻസ്: അഭാഗികം, സമഗ്രം, അഭംഗം, നിർഭാഗികം. സമഗ്രമാണ് ഉത്തരം കേട്ടാ. സമഗ്രം, ഇതിന്റെ ഓപ്പോസിറ്റ് സമഗ്രം. 2ാമത്തെ മാർക്ക്. ഇതൊക്കെ വീണ്ടും ഇനി വരും. അടുത്തത് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളിന്റെ ഒറ്റപ്പദം. ഒറ്റപ്പദം അറിയാലോ, പിപാസു. കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളുടെ പിപാസു. അടുത്തത് നീഹാരം, പര്യായ പദം എന്ത്? നീഹാരം പര്യായ പദം എന്ത്? മഞ്ഞ്, കാറ്റ്, അഗ്നി, ജലം. എൻ്റെ ഓർമ്മയിൽ മഞ്ഞാണ്. നോക്കാം. 94 മഞ്ഞ്. അപ്പം അതിൻ്റെ കൂടെ ഉള്ള മറ്റേ കാറ്റിൻ്റെ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റ്, മാരുതൻ. കാറ്റിൻ്റെ ഫുള്ള് ഇതിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റ്, മാരുതൻ, പവനൻ, അനിലൻ, പിന്നെ വാദം. വാദം ഈതായാണ് ആഗോളവാദങ്ങൾ ഇല്ലേ. ഇങ്ങനെ പിന്നെ ജലമുണ്ട്. വാരി, സലിലം, അപ്പ് ചോദിച്ചതാണ് പരീക്ഷയ്ക്ക് ഇറങ്ങി. വെള്ളം, തോയം, അമ്പു, ഉദകം. ജലമാണ്. ഉദകമണ്ഡലം കേട്ടിട്ടില്ലേ? ഊട്ടിയിലാണ് ഉദകമണ്ഡലം. പ്രാണതം, പിന്നെ തീരത്, അഗ്നി, വഗ്നി, അനിലൻ കാറ്റ്, അനലൻ തീ, ശിഖി, സതി, ഹവ്യവാഹൻ. ഇത്രയും വരും. ഓക്കെ. അടുത്ത 95. താഴെ പറയുന്നവയിൽ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ധീരൻ, ധീര. മഗധീരക ധീര. ഓക്കെ. അടുത്ത ഏകാഗി, ഏകാഗിനി. ഈ ഏകാംഗ തടവ് സെക്ഷൻ BNS 11 വന്നുപോലെ. പക്ഷി, പക്ഷിണി. തമ്പി, തങ്കച്ചി. ഞാൻ ഉത്തരം നോക്കാതെ ഞാൻ പറയാം. ചിലപ്പോൾ എനിക്ക് തെറ്റും. ഞാൻ ഇവിടെ കള്ളത്തിനൊന്നും കാണിക്കുന്നില്ല. തെറ്റണമെങ്കിൽ തെറ്റട്ടെ, അത്രേ ഉള്ളൂ. അത് 1, 2, 3, 4. ഇതിൽ ഓപ്ഷൻസ് ഇവയൊന്നുമല്ല, എല്ലാം തെറ്റാണ് എന്ന് ആ ഫസ്റ്റ് ഓപ്ഷൻ പറയണം. D ഓപ്ഷൻ പറയണത്
1ഉം 3ഉം ശരി, 1ഉം 3ഉം ശരി എന്ന് പറയുന്നത്. സി ഓപ്ഷൻ പറയണത് 2ഉം 4ഉം ശരി. ഡി ഓപ്ഷൻ പറയണത് എല്ലാം ശരി. എടാ ധീരൻ ധീര അത് ശരിയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഏകാഗി ഏകാഗിനി തന്നെ, പക്ഷി പക്ഷിണി തന്നെ, തമ്പി തങ്കച്ചി തന്നെ. അപ്പം എന്തായാലും 2ഉം 3ഉം ഈ 3എണ്ണം എന്തായാലും ശരിയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പം 1ഉം ശരിയായിരിക്കും. അപ്പം എല്ലാം ശരി എന്നുള്ള ഓപ്ഷൻ ഞാൻ പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ മാർക്ക് വാങ്ങേണ്ടത്. നോക്കാം, ചിലപ്പോൾ തെറ്റാം. 95 ഇല്ലേ? 95 PSC ഡിലീറ്റഡ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ആക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം കാര്യം. ധീര എന്ന പദത്തിന് സ്ത്രീലിംഗം അർത്ഥം മാത്രമല്ല വരുന്നത്, മനസ്സിന് ഉറപ്പുള്ള എന്ന അർത്ഥമാണ് ശബ്ദധാരാവലിയിൽ വിവരിച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ധീരൻ എൻ്റെ ഓപ്പോസിറ്റ് ധീര എന്നാണ്. പക്ഷേ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. പക്ഷേ അതൊരു കൊച്ചു ചലഞ്ച് ചെയ്തു, അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആയി പോയത് കേട്ടാ. അപ്പം എന്തായാലും ഇത് ഓർത്ത് വെച്ചോ. ഈ ക്വസ്റ്റ്യൻ പഠിക്കുന്ന ഉപയോഗം ചിലപ്പോൾ നാളെ ഇത് ഓപ്ഷൻ ഇല്ലാതെ ഇത് 3 തന്നിട്ട് ചോദിക്കാം, ഉത്തരം കിട്ടും. പിന്നെ ധീരൻ ധീരയാണ് എന്നൊരു കാര്യം സത്യമാണ്. പക്ഷേ അതിന് വേറെ അർത്ഥം കൂടെ, ഒരു പ്രശ്നം കൂടെ വരുന്നുണ്ട്, ശബ്ദധാരാവലിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രശ്നം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. അടുത്ത 96 കലാശക്കൊട്ട് എന്ന ശൈലിയുടെ അർത്ഥം അവസാനത്തെ പ്രവൃത്തി, ആദ്യത്തെ പ്രവൃത്തി, ബഹളം കൂട്ടുക ഇവയൊന്നുമല്ല. അവസാനത്തെ പ്രവൃത്തിയല്ലേ 96. നോക്കാം, ഇവയൊന്നുമല്ല കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. 96 അവസാനത്തെ പ്രവൃത്തി ശരിയായി കണ്ടോ, മാർക്ക് കയറണുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ, പ്രൊസീഡിങ്സ് എന്നതിൻ്റെ ശരിയായ പരിഭാഷ എന്താണ്? ആജ്ഞാപത്രം, ഉത്തരവ്, ക്രമപ്പെടുത്തൽ, നടപടിക്രമം. നടപടിക്രമമാണ് 97. നോക്കാം, 97 നടപടിക്രമം ശരിയായി. അടുത്ത വാക്ക് പ്ലസ് മയം എന്ത് വരും? വാക്ക് പ്ലസ് മയം എന്ത് വരും? ഓപ്ഷൻസ് വാഗ്മയം, വാഗ്മയം, വാഗ്മയം. എനിക്ക് എൻ്റെ സി ഓപ്ഷനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വാങ്മയം ഒരു വരെയുള്ളൂ കേട്ടോ. ഇതാണ് ശരിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നോക്കാം, ഇത് തന്നെ ആവും മിക്കവാറും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയണം. 98 എല്ലാം നമുക്ക് അറിഞ്ഞൂടാ. ശരിയാണ് കേട്ടോ, ശരിയായി. അടുത്ത അവൻ പിരിച്ചെഴുതുക. അവൻ പിരിച്ചെഴുതിയ ആ പ്ലസ് അന്നാണ്. ഇതൊക്കെ പി വൈക്ക് നോക്കി മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. എനിക്കിതിന് വലിയ ഇതില്ല, പ്രാവീണ്യമില്ല ഇംഗ്ലീഷിൽ. സോറി, മലയാളത്തിൽ രണ്ടിലും, ഇംഗ്ലീഷ് മലയാളം. മാത്സ് നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പോൾ 99 നോക്കാം. ഉത്തരം വരണമെങ്കിൽ ബി ഓപ്ഷനാണ് വരേണ്ടത്. അയ്യോ തന്നെ ശരി, ഡി ആണല്ലേ? അത് തന്നെ. ബി ഓപ്ഷൻ ആ പ്ലസ് ആനെന്നാണ് കൊടുത്തിരുന്നത് കേട്ടോ, ശ്രദ്ധിക്കണം. അന്നാണ്. ഞാൻ എഴുതിയത് ശരി തന്നെ, ഡി ഓപ്ഷനാണ്. പറഞ്ഞപ്പോൾ മാറിയത്. അത് ശരിയായി. 99 ലാസ്റ്റ് 100ാമത്തെ പൂജക ബഹുവചനത്തിന് ഉദാഹരണം. പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ ബഹുവചനമായിട്ട് തോന്നും, പക്ഷെ നമ്മളവിടെ എന്താണ് ഒരു വില കൊടുത്ത് പറയുന്നതാണ്. അധ്യാപക, അങ്ങനെയുള്ള സാറുമാർ, അങ്ങനെയൊക്കെയുള്ള ഒരു വാക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അത് വേലക്കാർ അല്ല, മിടുക്കർ, ജനങ്ങൾ, ആചാര്യർ. ആചാര്യർ എന്ന് പറയുമ്പോൾ ആചാര്യന്മാർ എന്ന് തോന്നും. അങ്ങനെയല്ല, ആചാര്യർ. അത് ഒരു ബഹുവചനം ആണെങ്കിലും അതൊരു ശാസ്ത്രികൾ എന്നൊക്കെ പറയില്ല, അതേപോലെ. ഓക്കെ, അത് നോക്കണ്ട, ശരിയായിരിക്കും. 100 നോക്കിയേക്കാം. ആചാര്യർ കണ്ട, ഇങ്ങനെ എക്സ്പ്രഷൻ കിട്ടും. ഇത് പഴയ ബുക്കാണ്, ഞാനിത് പുതിയത് വാങ്ങിച്ച് കാര്യം പറഞ്ഞുതരാൻ ഇരിക്കണം. ഈ സാധനം ഇത് പേജൊക്കെ പോയി, ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള തുടങ്ങിയ സാധനമാണ്. അതൊന്നും കൂടെ പഠിക്കാൻ എനിക്കൊരു ആഗ്രഹം, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചത്. LGS തൊട്ട് 10ാം ക്ലാസ്, +2 ലെവൽ, ഡിഗ്രി ലെവൽ വരെ നല്ല ലെവലാവാൻ പറ്റും. ബാക്കി നമ്മളെ പരീക്ഷയിൽ അന്നത്തെ ഇതും കൂടെ ആയിരിക്കും. ശ്രമിച്ചാൽ അടിക്കാം. ബുക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ഫസ്റ്റ് കമൻറ്റ് ചോദിക്കുക മതി, നമ്പർ 8.